ഗുഡ് ഈവനിങ് അമേരിക്ക. കുറുപ്പിന്റെ ഉറപ്പെന്ന് പറയും പോലെയാകുമോ യുക്രൈൻ സമാധാന ഉടമ്പടി എന്ന് ചോദ്യമുയർത്തുകയാണ് ട്രംപ് വിമർശകർ. ഇപ്പോ നിർത്തുമെന്ന് പറയുന്നതല്ലാതെ വെടിനിർത്തൽ അങ്ങോട്ട് സാധ്യമാകുന്നില്ല. ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് ആദ്യം കൈയടിച്ച പുടിൻ തന്നെ ആക്രമണം പുനരാരംഭിച്ചു. സപ്പോറീഷ്യയിലും ഒഡേസിയയിലും കുഞ്ഞുങ്ങളടക്കം ആക്രമിക്കപ്പെട്ടു. റഷ്യൻ ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പ് പോലെയാണോ? പശ്ചിമേഷ്യയിലും ഒന്നും നടന്നില്ല. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ശരിയായില്ലേ? ട്രംപിന്റെ തന്ത്രം എന്താണ്? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. നിയന്ത്രിത യുക്രൈനോ? ഇന്നത്തെ എന്റെ അതിഥികൾ മുതിർന്ന മാധ്യമപ്രവർത്തകനും ഈ മലയാളി ചീഫ് എഡിറ്ററുമായ ജോർജ് ജോസഫ്, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൌണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ വിൻസെന്റ് സേവിയർ പാലത്തിങ്കൽ, UK കൺസർവേറ്റീവ് പാർട്ടി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറും മേയർ എമിരറ്റസുമായ ടോം ആദിത്യ എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ടോം ആദിത്യയിലേക്കാണ്. അങ്ങേക്ക് ഭരണപരമായ പരിചയമുണ്ട്. അപ്പോൾ പല നയങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ബ്രിട്ടൻ്റെ ആണെങ്കിലും അമേരിക്കയുടേതാണെങ്കിലും. ഈ ട്രംപിൻ്റെ നയം, യുക്രൈൻ്റെ ഊർജ്ജ പ്ലാന്റുകൾ, അതിൽ കണ്ണുവെച്ചുള്ള ഈ ട്രംപിൻ്റെ നീക്കം അതെങ്ങനെ കാണുന്നു? അതൊരു തന്ത്രപ്രധാനമായ നീക്കമാണോ, അതോ വലിയ വിമർശകർ പറയുന്നത് പോലെയുള്ള ഒരു പിടിച്ചടക്കലാണോ? റഷ്യ യുക്രൈൻ വാറിന്റെ ആദ്യ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ലൊരു നെഗോസിയേഷൻ പോളിസി ആയിരിക്കാം സെലൻസ്കിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കാര്യം ആത്യന്തികമായ നഷ്ടം യുക്രൈന് തന്നെയാണ്. നമുക്ക് റഷ്യയും എന്നുള്ള പിടിച്ചടക്കുന്നത്, നമ്മൾ ഒത്തിരി ചെറുത്തുനിൽപ്പുണ്ടായി. പ്രത്യേകിച്ച് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം, ജർമ്മനി ആയാലും ബ്രിട്ടൻ ആയാലും ഒക്കെ ഒത്തിരി സപ്പോർട്ടീവാണ്. അമേരിക്ക ഇതിൽ നിന്ന് ഒരു മധ്യസ്ഥന്റെ റോൾ എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു രാജ്യതന്ത്രജ്ഞൻ എന്നതിനേക്കാളും ഒരു ബിസിനസ്സുകാരന്റെ റോളിലേക്ക് പവർ പ്ലാന്റ്സ് എല്ലാം ഇങ്ങനെ, അതായത് ഒരു 4 പവർ പ്ലാന്റ്സ് ആണ് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം ഇപ്പം റഷ്യൻ കൺട്രോൾഡ് ഏരിയയിലുമാണ്. അപ്പൊ നമുക്ക് അത് ഞങ്ങൾക്ക് തന്നെ, കാരണം ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, എനർജി പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്ന്. അതായത് US-ഉം റഷ്യയും തമ്മിലുള്ള അതിനെ മാനിക്കും എന്നാണ് ട്രംപ് വിചാരിക്കുന്നത്. പക്ഷെ അത് റഷ്യ അതിന് സമ്മതിക്കുമോ? ഇല്ല. യുക്രൈൻ അത് സമ്മതിക്കുമോ? കാരണം ഇവരുടെ സ്റ്റേറ്റ് ഓൺ ആയിട്ടുള്ള ഒരു ആസറ്റാണ് അത്. അവരുടെ ഒരു സോവർണിറ്റിയെ തന്നെ, അവരുടെ തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അമേരിക്ക ഒരു മധ്യസ്ഥന്റെ റോളിൽ നിന്ന് യുക്രൈനിൽ നിന്ന് എന്തോ പിടിച്ചു പറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുറുക്കന്റെ കണ്ണോടുകൂടി നിൽക്കുന്ന വ്യക്തിയെ പോലെ ആയി മാറുക. സത്യം പറഞ്ഞാൽ വളരെ ഒരു നയതന്ത്ര ലോകത്ത് നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ ഞാൻ ആഭ്യന്തര വിഷയങ്ങളായിരുന്നു. എന്തിലും ഗുഡ് വിൽ എന്നുള്ള ഒരു കാര്യമുണ്ട്. അമേരിക്ക ഒരു വേൾഡ് പവർ എന്നുള്ള നിലയിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നമുക്കറിയാം. അതിൽ നിന്ന് മാറി സ്വാതന്ത്ര്യം, ജനാധിപത്യം, ഈ കാര്യങ്ങളെ ഒന്നും അമേരിക്ക ഇപ്പൊ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് കണ്ണോടുകൂടി ഓരോ രാജ്യങ്ങളിലേക്ക് ഇല്ലുന്നത് ഒരു അപജയമാണ്. അതാണ് എനിക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് പറയാനുള്ളത്. എങ്കിലും ഞങ്ങൾ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ യൂറോപ്പ് തന്നെ ഇപ്പോഴും യുക്രൈന് സപ്പോർട്ടീവായിട്ടുള്ള മെഷേഴ്സ് എടുത്തിരിക്കുകയാണ്. അതിനുള്ള മിലിറ്ററി സപ്പോർട്ടും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ റഷ്യ ഒരു സീസ് ഫയർ പ്രോപ്പറായിട്ട്. അതിനുശേഷം നമുക്കറിയാമല്ലോ, ഇപ്പം അങ്ങയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, ഇന്ന് പ്രൊവോക്കേഷനിലൂടെ എത്ര കുട്ടികളാണ് മരിച്ചത്. ഇത് സത്യത്തിൽ വീണ്ടും യുക്രൈനെ പീഡിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വളരെ അത് അമേരിക്ക തന്നെ ചിന്തിക്കണം. അവരുടെ മധ്യസ്ഥതയുടെ മുൻപാകെ അവരെ എളിപ്പരാക്കുന്ന നയമാണ് റഷ്യ സ്വീകരിക്കുന്നത്. അതിനെ ഒരു തടുക്കുവാനോ അതിന് പിന്തുണ കൊടുക്കാനോ യുക്രൈൻ എന്ന ഒരു രാജ്യത്തിന്, അവരുടെ സോവർണിറ്റിക്ക് ഒരു പിന്തുണ കൊടുക്കാൻ, ആ ജനതയ്ക്ക് ഒരു സോളിഡാരിറ്റി കൊടുക്കാനോ നമ്മൾ സാധിക്കുന്നില്ല എങ്കിൽ ഒരു ലോക നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. ഇതിനെയും എനിക്കിത് പറയാനുള്ളത്, ഈ മറ്റ് യുക്രൈനിൽ നിന്നുള്ള വികാരം അമേരിക്കയ്ക്ക് എതിരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുക്രൈനിയൻ ജനതയുടെ വികാരം, അവിടെ നിന്നുള്ള ജനങ്ങൾ, ഞാനിപ്പം യുക്രൈനിൽ ഒത്തിരി അഭയാർത്ഥികളിലൂടെയുണ്ട്, ഈ ബ്രിട്ടനിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവരുമായിട്ട് സംസാരിക്കുമ്പം ദേ ഫെൽറ്റ് അമേരിക്ക ആസ് എ ഫ്രണ്ട് റൈറ്റ് നൗ, ദേ വി ചീറ്റിംഗ്, അങ്ങനെ ഒരു ചിന്ത അവരുടെ ജനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അത് ഒരു വൈഡ് സ്പ്രെഡ് ഉണ്ടാകാതിരിക്കട്ടെ, നോക്കട്ടെ. അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ അമേരിക്കൻ ഭരണകൂടം, ട്രംപ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ശ്രീ വിൻസൻ ഒരു ഡെമോക്രാറ്റ് ടേൺഡ് റിപ്പബ്ലിക്കൻ ആണ്, പക്ഷേ ഇപ്പോൾ ഒരു ആർഡൻ റിപ്പബ്ലിക്കൻ സപ്പോർട്ടറാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും വിൻസന്റെ വാക്കുകളിലും വിൻസൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും രക്തത്തിൽ ഒഴുകുന്നത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയാണെന്ന് നമുക്ക് തോന്നും. ഒരിക്കൽ പോലും ഒരു ഡെമോക്രാറ്റ് അംശമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
നോക്കുമ്പോൾ ട്രംപിന്റെ ഈ നയത്തെ അതെങ്ങനെ കാണുന്നു? ഇത് വിശാലമായ അമേരിക്കയുടെ ഒരു ഫോറിൻ പോളിസി ഉണ്ടല്ലോ. അപ്പോൾ ആ ഫോറിൻ പോളിസിയുമായി ചേർന്ന് പോകുന്നതാണോ ഇപ്പോഴത്തെ നയം? അതോ ഈ പറയുന്നത് പോലെ പഴയ നയത്തിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ? ഈ എന്റെ രക്തം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിനോ റിപ്പബ്ലിക്കിനോ കുത്തക പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമല്ല. ഞാൻ ഡെമോക്രാറ്റ് ആയിരുന്നത്, പണ്ട് ഞാൻ ഡെമോക്രാറ്റ് ആയിരുന്നു, ഒബാമയ്ക്ക് 2 പ്രാവശ്യം വോട്ട് ചെയ്ത ആളാണ് ഞാൻ. അന്ന് ഞാൻ പ്രതീക്ഷിച്ച ഹോപ്പ് ആൻഡ് ചേഞ്ച് ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, ട്രംപ് വഴിയാണ് കിട്ടുന്നത്. ഈ പാർട്ടീനെ ഞാൻ ഒരിക്കലും നമ്മുടെ ഒരു ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ കൺസിഡർ ചെയ്യും, സ്പൗസായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടി ഈസ് എ പാർട്ടി. ഇഫ് ദേ ആർ ചീറ്റിംഗ് അസ്, വി ഡിവോഴ്സ്. ദാറ്റ്സ് ഹൗ ഐ ബിക്കേം എ റിപ്പബ്ലിക്കൻ. ബട്ട് എനിവേ, what I was trying to say is, Trump ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പലതും, ആസ് എ പേഴ്സൺ ഹു വാസ് എൻ ആർഡന്റ് റീഡർ ഓഫ് ദി ഫോറിൻ പോളിസി, ഇത് പല കാര്യങ്ങളും ഞാൻ പണ്ട് തുടങ്ങി വിശ്വസിച്ചിരുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ യുക്രൈൻ്റെ സ്പെസിഫിക് എനർജിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ റഷ്യയോട് അമേരിക്ക ചെയ്തിട്ടുള്ള ചതിവുകൾ, ഞാൻ അതിനെപ്പറ്റി ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ഇപ്പം ട്രംപ് വന്നപ്പോഴാണ് നമുക്ക് പബ്ലിക്കായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായതേ ഉള്ളൂ. 1990 ജെയിംസ് ബേക്കർ ഗോർബച്ചേവിന് വാക്ക് കൊടുത്തതാണ്, ഈസ്റ്റ് ജർമ്മനി വെസ്റ്റ് ജർമ്മനിയുടെ കൂടി ഒറ്റ ജർമ്മനി ആയി കഴിഞ്ഞപ്പം നോട്ട് എൻ ഇഞ്ച് ഫ്രം ദ ഈസ്റ്റ് ജർമ്മൻ ബോർഡർ ഫോർ NATO expansion, not an inch. But after that, we made more countries join NATO than before. Even USSR members ആയിരുന്ന രാജ്യങ്ങൾ റഷ്യയിൽ ജോയിൻ ചെയ്തു, അമേരിക്കയുടെ നെറ്റോയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അമേരിക്ക റഷ്യയോട് ഒത്തിരി ബിട്രയൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസ് എൻ ഇൻഡിപെൻഡന്റ് പേഴ്സൺ ലുക്കിംഗ് ഫ്രം ഔട്ട്സൈഡ്, നോയിങ് ഹിസ്റ്ററി, ട്രംപ് ഈസ് ജസ്റ്റ് ലൈക്ക് മീ. ഓഫ് കോഴ്സ് ട്രംപ് ഈസ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ ട്രംപ് ഇറാഖ് വാറിനെതിരായിരുന്നു, ഞാൻ ഇറാഖ് വാറിനെതിരായിരുന്നു. Why? Because it was the wrong thing to do for an American military industrial complex to make money. അപ്പോൾ അമേരിക്ക ഇത്രനാളും ചെയ്തുകൊണ്ടിരുന്ന തെറ്റുകൾ തിരുത്താൻ വന്ന ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് റഷ്യയോട് ഒരു ഗുഡ് വിൽ കാണിക്കേണ്ട ഒരു സംഭവം ട്രംപിന്റെ ഒരു അജണ്ടയിലുണ്ട്. അതാണ് ട്രംപ് ചെയ്യുന്നത്. അത് പുറത്തുനിന്ന് നോക്കുമ്പം യുക്രൈനോടുള്ള ഒരു കൺസിഡറേഷൻ കുറവായിട്ടും എല്ലാം തോന്നാം. പക്ഷേ ആത്യന്തികമായിട്ട് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ട്രംപ് ട്രൈ ചെയ്യുന്നത് എങ്ങനെ അമേരിക്കനെ ഈ നേറ്റോ വഴിയൊന്നും അല്ലാതെ യുക്രൈൻ്റെ ഉള്ളിൽ എൻട്രൻച്ച്ഡ് ആക്കാൻ പറ്റും. അപ്പം NATO expansion is beyond doubt. That's a false thing that the US is pushing, Europe is pushing, England is pushing, Ukraine is pushing. That should not happen. അതായത് യുക്രൈൻ നേറ്റോയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അമേരിക്കയും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും കൂടി പോളണ്ടിൽ വെച്ചിട്ടുള്ള മിസൈലുകളെല്ലാം യുക്രൈൻ ബോർഡറിലേക്ക് മാറും. അത് സോവറിറ്റി ഉള്ള ഏത് രാജ്യത്തിനും അംഗീകരിക്കാൻ പറ്റും. അപ്പൊ പുടിൻ നമുക്ക് ഏത് രീതിയിൽ കുറ്റം പറയാൻ പറ്റും? പുടിൻ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ശരിയല്ലേ? യുക്രൈൻ നേറ്റോയിൽ ജോയിൻ ചെയ്യുന്നത് ഷുഡ് നോട്ട് ബി even a part of discussion, and there is no doubt about it. Ukraine is the buffer country. But then how to protect Ukraine from Russia? So Trump is thinking like a businessman. I can get involved as a country in the Ukrainian business of energy so that the Russia knows now these plants are run by America. So if I attack, that's going to invite American aggression, not Ukrainian aggression. That's the political angle he's trying. In the second angle that he has is America getting its money back. See, Iran Iraq war പോയപ്പോഴും ട്രംപിന്റെ ഏറ്റവും വലിയ ഓപ്പോസിഷൻ വാസ് why we are not keeping the oil from Iraq. Yes, you made a mistake. You're going to Iraq. This is the wrong thing to do. But if you're going, at least keep the oil. This is what Trump was telling from 2002, 2003 onwards, when Bush was getting ready for the war. So Trump's angle is why America is giving all these things for free. So Trump is doing these two things to get America entrenched into Ukraine business-wise, because NATO expansion is beyond doubt. It's a stupidity. Second thing is to get America some money back for these investments, $400 billion that Biden gave in the last 4 years. So this is his psychology. This is what is driving. Any common sense businessman can understand that. But at the same time, we have, Ukraine, a poorer country, a weaker country, whether we have to support it. Yes, there is a humanitarian angle to it. I totally understand that, what Tom is trying to tell. I completely get it. But at the same time, finding a medium is what is the most important thing. See, Russia has also got the idea. Putin is against this proposal. At the same time, this power plant that we have, the first power plant, what's the name of it? Out of the four, Zaporizhzhia. That power plant is in disrepair right now. It is not producing energy. It is under Russian occupation. Russia is already keeping it. So Ukraine is losing the power. Ukraine was using the power from Zaporizhzhia, but now Ukraine is not getting that power. It is managing with the other 3 plants. Of course, Chernobyl is
completely a lost plan. So there are 3 working plans. This was the 4th plan. They lost it already. It's under Russian occupation. So what is the possibility of Ukraine claiming it back without having a nuclear catastrophe? Think practically, think pragmatically. Yes, Russia is a weak country. They don't have the military, but they have the nuclear bombs. They have the power of being the Security Council member in the UN. So with all this power, we have to think pragmatically. How can we stop this from escalating into a third world war? If America stands solidly behind Ukraine, and if the whole Europe stands, and if the war extends and prolongs, there is a possibility that it can become a third world war. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ വിൻസെന്റ് സേവ്യർ പറയുന്നതനുസരിച്ചിട്ട് ഒരു വിശാലമായിട്ട് അങ്ങ് പറയുകയാണെങ്കിൽ, ഈ പറയുന്നത് പോലെ എവിടെയും പ്രശ്നപരിഹാരം ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ അതിന് ഞങ്ങളൊരു പേയ്മെൻറ്റ് വാങ്ങിക്കും. അപ്പോൾ ഒരു പെയ്ഡ് അല്ലെങ്കിൽ പെയ്ഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു സ്പോൺസേർഡ് സൊല്യൂഷൻ എന്ന രീതിയിലേക്കാണ് ട്രംപിൻ്റെ ചിന്തകൾ എന്ന് പറയുന്നു. പക്ഷേ ഒരു രാജ്യാന്തര സമൂഹം ഇതിനെ എങ്ങനെയായിരിക്കും കാണുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ? വിൻസൻ പറഞ്ഞതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ തോന്നുന്നില്ല. പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ ബന്ധുക്കളാണ്, നമ്മുടെ മിത്രങ്ങളാണ്. ആ മിത്രങ്ങളെ മുഴുവൻ പിണക്കിയിട്ട് നമ്മുടെ ലോക നേതാവെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. നമുക്കിവരെല്ലാം ആവശ്യമുണ്ട്. നേരെ മറിച്ച് ഒരു കാലത്തും റഷ്യ അമേരിക്കയുടെ മിത്രമായിരുന്നില്ല. എന്നും ശത്രുവായിട്ട് റഷ്യ പെരുമാറിയിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ആ പുടിൻ കടിച്ചു തൂങ്ങാനായിട്ടുള്ള കാര്യം എന്താ? അങ്ങനെ തറവാട്ട് സ്വത്താണോ പിന്നെ റഷ്യ? ആ ഒരു ഏകാധിപതിയെ സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ യുക്രൈനെ സഹായിച്ചതിന് നമുക്ക് പ്രതിഫലം വേണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സഹായിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൂടെ അതിന് താല്പര്യമുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ മിത്രങ്ങൾക്കും നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കും നമ്മുടെ ആ ചേരിക്കും ആവശ്യമുള്ളത് അല്ലാതെ എന്തെങ്കിലും ഒരു പ്രതിഫലത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സഹായിക്കുന്നത്. ഇപ്പം ഈ പിന്നെ അതേ അവസ്ഥയായിരുന്നില്ല ഇപ്പം ഇറാഖ് വാർ. യാതൊരു ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നില്ല എന്ന് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. അത് പിന്നെ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. അതുപോലെയല്ല ഇത്, ഈ മിത്രങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, റഷ്യക്ക് ഈ ഉക്രൈന് പിന്നെ നാറ്റോയിൽ ചേർത്തില്ലെന്ന് പറയാനായിട്ട് റഷ്യക്ക് എന്താണ് അവകാശമുള്ളത്? ഇപ്പം നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് പിന്നെ നേപ്പാളോ അല്ലെങ്കിൽ ശ്രീലങ്കയോ ചൈനയോ ആയിട്ട് അടുക്കുന്നു. ഇന്ത്യ ഉടനെ കയറി ആക്രമിക്കുകയാണ്, പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ നടക്കുന്ന കാര്യമാണോ? അപ്പം ഇതിലെല്ലാം ഒരു പവർ പൊളിറ്റിക്സ് ഉണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഇപ്പൊ USA ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സഹായങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ, ഈ ചെറിയത് കൊടുത്തിട്ടാണ് ഈ അമേരിക്ക വലിയ ശക്തിയും വലിയ സാമ്പത്തിക ശക്തിയും ഒക്കെ ആയതെങ്ങനെയാണ്? ഈ നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ഈ നാനാഭാഗത്തു നിന്നുള്ള ചെറിയ കാര്യങ്ങളിലൂടെ ആ ലോകരംഗത്തുണ്ടാക്കിയ ഒരു അധിനിവേശമുണ്ട്. പല രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ളതല്ല, മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇന്റലക്ച്വലായിട്ടോ ഒക്കെയുള്ള ആ ഒരു മേധാവിത്വം. അപ്പൊ അതാണ് ഇല്ലാതായി പോവുക. അമേരിക്കയിൽ നിന്ന് ചെല്ലുന്നവര് ഇനിയിപ്പം യുക്രൈനിലോ അല്ലെ അതുപോലുള്ള രാജ്യങ്ങളിലോ അമേരിക്കയിൽ നിന്ന് ചെല്ലുകയാണെന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയിരുന്ന ബഹുമതി ആയിരിക്കില്ല ഇനി കിട്ടാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം ഒരു ദീർഘവീക്ഷണം ഇല്ലാഴി ഒരു രാജ്യതന്ത്രജ്ഞത ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിസിനസ് മൈൻഡഡ് ആകാം, പക്ഷെ ബിസിനസ് മൈൻഡഡ് അല്ല വേണ്ടത്. രാജ്യതന്ത്രജ്ഞത എന്നൊരു കാര്യമുണ്ട്. ആളുകള് ദീർഘകാലത്തേക്ക് നമുക്ക് എങ്ങനെ ഗുണപ്പെടും എന്നുള്ള കാര്യങ്ങൾ. അതേസമയം തന്നെ ഈ ട്രംപ് പറയുന്നതിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ നമ്മൾ അന്താരാഷ്ട്ര കാര്യങ്ങൾക്കെല്ലാം പോകുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ 7.5 ലക്ഷം പേര് വീടില്ലാതെ വഴിയിൽ താമസിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അമേരിക്ക പോലെ ഒരു സമ്പന്ന രാജ്യത്ത് നമ്മൾ അതേസമയം തന്നെ പിന്നെ ഏതോ രാജ്യത്ത് എന്തോ കോണ്ടം കൊടുക്കാനായിട്ട് 50 മില്യൺ പിന്നെ കൊടുത്തിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഉള്ള വാരിക്കോരിയുള്ള ചെലവുകൾ അത് നിർത്തലാക്കണം. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഫ്രണ്ട്സിനെ പിണക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആ ആധിപത്യം, നമ്മുടെ ലോകരാജ്യത്ത് നമ്മുടെ ഏറ്റവും മുമ്പരാണെന്നുള്ള ആ ആധിപത്യം നിലനിർത്താനാവില്ല. ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും അമേരിക്കയും ഈ 4 രാജ്യങ്ങൾ എന്നും ഒരുപോലെ ചിന്തിച്ചിരുന്ന രാജ്യങ്ങളാണ്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത രാജ്യങ്ങൾ. അപ്പൊ അവ പോലും മാറുന്ന അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പൊ അതൊരു ശരിയായ രീതിയാണോ എന്ന് എനിക്ക് സന്ദേഹമുണ്ട്. പ്രത്യേകിച്ച് സെലൻസ്കി ഇവിടെ വന്നപ്പം അന്നുണ്ടായ ഈ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഈ പൊതുരംഗത്ത് ഇട്ടടക്കേണ്ട ഒരു കാര്യമല്ല. അതിപ്പോ കൊച്ചുപിള്ളേര് പെരുമാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്ന 1-2 പറയുന്ന ഒരവസ്ഥ പോലും നമ്മൾ കണ്ടു. അപ്പൊ അതൊരു ഖേദകരമായ ഒരു കാര്യമായി പോയി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.
ശരി, ശ്രീ ടോമാദിത്യ, ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും മനുഷ്യരുടെ കാര്യത്തിൽ സ്വാഭിമാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. സോവർണിറ്റി അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത് അത് ചെറിയ രാജ്യമായിക്കൊള്ളട്ടെ വലിയ രാജ്യമായിക്കൊള്ളട്ടെ ആ രാജ്യത്തിൻ്റെതായ കാര്യങ്ങൾ തീരുമാനിക്കാൻ, ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിക്കാൻ, അതിനെ അനുവദിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരാളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഉപ്പും മുളകും പുളിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു മീൻകറി വെക്കണമെങ്കിൽ എത്ര ഉപ്പ് എടുക്കണം, എത്ര പുളി എടുക്കണം, എത്ര മുളക് പൊടി എടുക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. അതിനകത്ത് മീൻ ഇടണോ വേണ്ടയോ എന്നത് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത്തരത്തിലൊരു പരമാധികാരത്തിൽ ഒരു കടന്നുകയറ്റം യുക്രൈൻ്റെ മേൽ ഉണ്ടാവുകയാണെങ്കിൽ യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാനുള്ളൊരു സാധ്യത കൂടിയില്ലേ? തീർച്ചയായും അത് യുക്രൈൻ്റെ അല്ല, അതൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. കാരണം ഇപ്പം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അവരൊരു ഡീലും യുക്രൈനുമായിട്ടുള്ളൊരു മിനറൽസിന്റെ ഡീലിലേക്ക് പോകുന്നു. പക്ഷെ പ്രഷർ കൊടുത്ത് ഇവരെ നമ്മൾ ഒരു വേദന ഇരിക്കുകയാണ്, ഒരു പീഡിതനെ ആ സമയത്ത് നമ്മൾ അവർ വരുതിക്കാക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു രാജ്യതന്ത്രജ്ഞതയാണോ എന്ന് എനിക്ക് നല്ല സന്ദേഹമുണ്ട്. കാര്യം പ്രത്യേകം ഇത് ഒരു ബിസിനസ്സുകാരന്റെ വേണ്ടി ഒരു ഇതിൽ പോലെയാണ് അതിനകത്ത് തോന്നുന്നത്. കാര്യം അത് വല്ലാതെ മോശമാണ്. എന്നാൽ തിരിച്ച് നമ്മൾ ഇന്ന് ജർമ്മനി റഷ്യയുടെ ഒരു ഷാഡോ ഫ്ലീറ്റിനെ പിടിച്ചെടുത്തു. എന്ന് വെച്ചാൽ റഷ്യയുടെ നിയന്ത്രണ ഒരു ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള പ്രഷർ റഷ്യയുടെ മേൽ ഉണ്ടായില്ലെങ്കിൽ, അത് ഇനി കടന്നില്ലെങ്കിൽ റഷ്യ എന്താണ് കൂടുതൽ ശക്തരാവുകയാണ്. ട്രംപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രംപിനെയും കാട്ടിലും കൂടുതൽ ശക്തനാണ് പുടിൻ ആഭ്യന്തര കാര്യങ്ങളിൽ റഷ്യയിൽ. കാര്യം അവരുടെ ഭരണഘടന ആ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സോ ദസ് ലെസ് ചെക്സ് ആൻഡ് ബാലൻസസ്. അദ്ദേഹത്തിന് ഒരു പരമാധികാരം പോലെയാണ്. അവരുടെ നിയന്ത്രണത്തിനനുസരിച്ച് ഇംഗിതത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുവാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെയുണ്ട്. അത് ട്രംപിനില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്, ചെക്സ് ആൻഡ് ബാലൻസസ് ഉണ്ട്. അതിൽ നിന്ന് മാറി അതൊരു അമേരിക്കൻ പ്രസിഡന്റ് എല്ലാം പവർഫുൾ ആണ്. അത് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ അദ്ദേഹം നിർവഹിക്കുന്നത് ഒരു രീതിയിൽ ഭരണഘടനയുടെ അന്തസ്സത്തേക്കുള്ള ഒരു ചർച്ചയില്ലായ്മയാണ്. നമ്മൾ ഈ സാഹചര്യത്തിലും യുക്രൈൻ ജനതയ്ക്ക് സൗഹൃദത്തോടുകൂടി അതിനുള്ള സഹായം കൊടുക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമേരിക്ക ഈ 400 ബില്യൺ കൊടുത്തതിനെ കുറിച്ചാണ് ഈ പവർ പ്ലാന്റ്സ് എടുക്കുന്നത്. യൂറോപ്യൻ യൂണിയനൊക്കെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഓരോന്നും വാങ്ങിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പാവം പിടിച്ച യുക്രൈൻ എന്ന രാജ്യം എങ്ങനെ നിലനിന്നതിനെ, അല്ല എങ്ങനെ മുന്നോട്ട് പോകും? അപ്പം നമ്മളൊരു വീക്കർ സെക്ഷന് വേണ്ടി ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ ഇങ്ങനെയുള്ള പവർഫുൾ കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അതൊരു മാനുഷികമായിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ള ഒരു രാജ്യങ്ങൾ ഒരു ഫ്രറ്റേണിറ്റി ഓഫ് ദി ഗ്ലോബൽ നേഷൻസ് എന്ന് നോക്കുമ്പോൾ അത് ഉണ്ടാകണം. ഞാനത് ജോർജ് ജോസഫ് പറഞ്ഞതിനിടെ ശ്ലാഘിക്കുകയാണ്. ഓയിൽ ഇറാഖിൽ നിന്ന് എടുത്തില്ലേ? തീർച്ചയായും എടുത്തു. പല അമേരിക്കൻ കമ്പനികളും അവിടെ ബിഡ് ചെയ്തു. യെസ്, അല്ല ഞാൻ there are stakes there. Okay, ഇത് അമേരിക്കൻ ഗവൺമെന്റ് അല്ലല്ലോ ഇത്. വിൻസെന്റ് അതിനെ പറയുമ്പോൾ ഓർക്കണം, അമേരിക്കൻ it will be private companies who will be staking. It's not part of the contracts. What I'm saying is part of the contract. When you go help, when you go do these things, it should be part of the contract. America has made contracts with Saudi Arabia where everything that they bid, they say that the products has to be American. Whereas there is nothing like in Iraq. അത് അമേരിക്കയിലെ വിൻസെന്റ്, ഓക്കെ, അത് സൗദി അറേബ്യയും ഇതെന്ന് പറഞ്ഞ വേറൊരു കോൺട്രാക്ട് ആണ്. There is difference. Trump says it has to be in the agreement, not just a goodwill. അത് ഈ സോഫ്റ്റ് പവർ എന്ന് പറയും. നമ്മൾ ഒരു സഹായിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാക്കുവാൻ വേണ്ടി സോഫ്റ്റ് പവർ പറയുമ്പോൾ we have to make sure that അതൊരു we kept our കോൺട്രാക്ട്. അത് promises. മറ്റേത് US has not kept our promises to Russia. റഷ്യ ഈ സമയത്ത് ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ സത്യം പറഞ്ഞാൽ വെള്ള പൂശാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ യു ആർ ദി അഗ്രസർ എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്തപ്പെട്ടു പോയി. ഇത് ആൻഡ് ദ വേ ഹി ടോക്സ് അതൊരു അതിന് കാരണമുണ്ട്. ഈ റഷ്യൻ സ്പീക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ സെലൻസ്കി പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ട് റഷ്യൻ മാറ്റി അവരുടെ മാതൃഭാഷ യുക്രൈൻ ആക്കുന്ന സംഭവങ്ങളാണ് സെലൻസ്കി ഡോൺബാസ്കിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് പറയാം. റഷ്യൻ സംസാരിക്കുന്ന ആളുകൾ ക്രിമിയ പോളണ്ട്
അല്ല വിൻസൺ, ഞാൻ ക്രീമിയ പോകുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. യെസ്, ഇറ്റ്സ് ആക്ച്വലി 98% റഷ്യൻസ്. ഈ ഒബ്ലൈറ്റ്സിലും കൂടുതൽ ആളുകൾ റഷ്യൻ സംസാരിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ യുക്രൈനിയൻ ഭാഷകളും റഷ്യൻ, കാരണം ഇറ്റ്സ് എ സിമിലർ ലാംഗ്വേജ്. പിന്നെ നമ്മളിപ്പോ മലയാളവും ഒരു നോർത്തേൺ കേരള മലയാളവും സൗത്ത് കേരള മലയാളവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനർത്ഥം മുഴുവൻ വിഭിന്നമെന്നല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മലയാളം തമിഴ് പോലെ അതിലും വലിയ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് സെയിം ലിപിയാണ് നോർത്തേൺ മലയാളം, അതെ. യുക്രൈൻ റഷ്യ തമ്മിൽ അതിൽ കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. യുക്രൈനിയനും റഷ്യനും ഇറ്റ്സ് സെർട്ടൻലി സിമിലർ. ആൻഡ് ടു ബി ഓണസ്റ്റ്, കീവ് ആണ് റഷ്യൻ ഈ പേട്രിയാർക്സിന്റെ പഴയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ യുക്രൈനിന്റെ ക്യാപിറ്റൽ കീവ് ആണ്. അപ്പൊ കീവ് പേട്രിയാർക്കി എന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ റഷ്യൻ ഇപ്പോഴും ഈ യുക്രൈനിലെ കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്നത് ഓർത്തഡോക്സ് മോസ്കോ പേട്രിയാർക്കിനെയാണ്. അവർക്ക് തന്നെ സ്വയം വഞ്ചിതരായി തോന്നിയത്, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇത് വളരെ വളരെ ബന്ധപ്പെട്ടിരുന്ന ഇറ്റ്സ് ലൈക്ക് എ കസിൻസ്, അതുപോലെ ബന്ധമുള്ള ഒരു രണ്ട് ഓർത്തഡോക്സ് കൺട്രീസ് ഇത്രത്തോളം വിഭിന്നമായിട്ട് ചെയ്യുമ്പോൾ അമേരിക്ക ഇതിൽ നിന്ന് ലാഭക്കൊയ്യോടുകൂടി കണ്ണുകളിലൂടെ ഇടുന്നത് അങ്ങനെ പ്രചരിക്കപ്പെടുന്നത് അതിന്റെ ഗുഡ് വിൽ. ഇറ്റ്സ് ആക്ച്വലി യു ആർ ലൂസിംഗ് ഇറ്റ്. ആ ഡിപ്ലോമസി I understand, but if you look at even Crimea, the earliest Crimea became part of Ukraine is 1954. I don't know whether you know this. Yeah, that's true. I know. That's reason Crimea why was part of Ukraine Russia. war. അല്ല, യുക്രൈൻ വാറിന്റെ Centuries. ഇത് വാട്ട് ഹാപ്പൻ ഇസ്, അതുകൊണ്ട് ഷാഡ് ഹാവ് ബീൻ കുറച്ചുകൂടെ ഡിസ്ക്രീറ്റ് ആയിട്ട് വേണമായിരുന്നു ഇക്കാര്യം. ഇത് ബിക്കോസ് ഹി ആക്ച്വലി മേഡ് ഇറ്റ് വെരി ബ്ലണ്ടർ. അത് സ്വാഭാവികമായി പറഞ്ഞാൽ അതൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്റ്റീന, ഒരു കാര്യം ജോർജ് ജോസഫ് പറഞ്ഞ 1-2 പോയിന്റ്സ് ജസ്റ്റ് വളരെ ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞോട്ടെ. നേരത്തെ പറഞ്ഞ് ഇപ്പം പുള്ളി മിത്രം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു സൂയിസൈഡലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിത്രത്തിന് ആ സൂയിസൈഡലായിട്ട് ഇപ്പൊ കള്ളു കുടിച്ചാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡ്രഗ് അടിച്ചാണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അയാൾക്ക് പിന്നെയും കള്ളും ഡ്രഗും കൊടുക്കുന്നതല്ല ഒരു മിത്രം ചെയ്യേണ്ടത്. മിത്രം റിയലിസ്റ്റിക് ആക്കുകയാണ് ചെയ്യേണ്ടത്. റഷ്യ ശത്രുവാണെന്നുള്ളത് അമേരിക്കൻ മീഡിയയുടെയും അമേരിക്കൻ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെയും പ്രൊപ്പഗാൻഡയാണ്. റഷ്യയോട് അമേരിക്ക ചെയ്തിട്ടുള്ള വഞ്ചനകൾ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് ട്രംപ് അതിന്റെ ഓപ്പൺനെസ് എങ്കിലും കാണിക്കുന്നത്. പിന്നെ ഈ നാറ്റോയിൽ ചേരുന്നത് നാറ്റോയുടെ യുക്രൈന്റെ അവകാശമല്ലേ എന്ന് ജോർജ് ജോസഫ് ചോദിക്കുന്നു. എൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണമോ വേണ്ടയോ? 1990 you give an assurance to the USSR, collapsing USSR, George Mikhail Gorbachev, not an inch of NATO expansion after East Germany. That is how East Germany became part of West Germany and Western Bloc. We had to keep the word or not? You decide. ഈ പണ്ട് മൂക്കട്ടയൊക്കെ ഒലിപ്പിച്ച് കിടന്ന റഷ്യ എന്ന് പറയുന്ന ആ കുട്ടിയെ അമേരിക്ക പലപ്പോഴും ചെവിക്ക് പിടിച്ച് തിരിച്ചിട്ടുണ്ട്, പല ഉപദ്രവങ്ങളും ചെയ്തിട്ടുണ്ട്. അച്ചോടാ പാവം ആ പയ്യനെ ഇത്രയും നമ്മൾ ദ്രോഹിച്ചതല്ലേ, അപ്പൊ ഇനി നമ്മൾ അതൊന്നും പാടില്ല, റഷ്യ പാവാടാ എന്നാണ് പറയുന്നത്. ചാരിറ്റി ഹൃദയമൊന്നും അല്ല ഞാൻ പറയുന്നത്. We want them on the table. How do you get them on the table? ചാരിറ്റി അല്ല ഞാൻ പറയുന്നത്, റഷ്യയോടുള്ള ആറ്റിറ്റ്യൂഡ്, പണ്ട് ഉപദ്രവിച്ച റഷ്യയോട് ഒരു സ്നേഹം വീണ്ടും തോന്നുന്നു. അപ്പോ ഇതെന്ന് പറയുന്നത് ഈ മീഡിയ എന്ന് പറയുന്നത് പോർട്രേ ചെയ്യുന്ന, അല്ലെങ്കിൽ മീഡിയയുടെ ഒരു അജണ്ട, അതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മീഡിയ ആണോ ഈ രീതിയിൽ കൊണ്ടുവരുന്നത്? റഷ്യയെ ഒരു ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കമ്മ്യൂണിസം തീർന്നു കഴിഞ്ഞപ്പോൾ റഷ്യയെയും നാറ്റോയിൽ എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഓരോ പ്രസിഡന്റ് മാറുമ്പോഴും ഈ യുക്രൈനെ സഹായിച്ചതാരാ? ഈ ഡെമോക്രാറ്റുകളോ അല്ലെങ്കിൽ പ്രസിഡന്റ് ബൈഡനോ അല്ല, അമേരിക്കയാണ് സഹായിച്ചത്. ഇപ്പൊ ഒരു പ്രസിഡന്റ് മാറി കഴിയുമ്പോൾ ഉടനെ ഞങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ ഓരോ 4 വർഷത്തേക്കുമാണ് അമേരിക്കൻ ഫോറിൻ പോളിസി എന്ന് വന്നാൽ അത് ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും. അപ്പം ഒരു പ്രസിഡന്റ് അമേരിക്ക വിശ്വസിച്ചുകൂടാ എന്നുള്ളൊരു തെറ്റായ ധാരണ അത് ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ആ ഒരു ദീർഘകാല ഓൾറെഡി അറിയാം. ഇറ്റ്സ് എ വെരി വെൽ നോൺ ഫാക്ട്. അത് ചേഞ്ച് ചെയ്യാനാണ് ട്രംപ് ട്രൈ ചെയ്യുന്നത്. യുക്രൈനിൽ നിന്ന് പിന്നെ എന്തിനാണ് ഈ സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നത് അമേരിക്കയും ഉൾപ്പെടെയുള്ള? അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണമെങ്കിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് ആവശ്യമുണ്ട്. പാരഡൈം ഷിഫ്റ്റ് വിൻസൺ, ഐ ആം ടോക്കിംഗ് അബൌട്ട് വേദന അനുഭവിക്കുന്ന ഉക്രൈനിയൻ ജനത, ഡിസ്പ്ലേസ്ഡ് ആവുന്ന, വീടുകൾ നഷ്ടപ്പെടുന്ന, കുടുംബങ്ങൾ തകർക്കപ്പെടുന്ന അവരോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലേ? ആ പാവങ്ങളെ നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് യുദ്ധമുഖത്തേക്ക് ഇട്ട് അതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയാണ്. ആദ്യമായിട്ട് വാർ അവസാനിക്കണം. വാർ അവസാനിക്കലാണ് അവരോടുള്ള ഏറ്റവും വലിയ പ്രതിബദ്ധത. വാർ അവസാനിക്കുന്നതോടുകൂടെ യുക്രൈൻ ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമോ? അവർക്കൊരു സോവറിനിറ്റി ഉണ്ടാകുമോ? ഒരു രാജ്യം എന്ന നിലയിൽ യുക്രൈൻ ലോക ഭൂപടത്തിൽ ഉണ്ടാവുമോ? അപമാനിക്കപ്പെട്ട്
അല്ല വിൻസൻ 30-40 മില്യൺ ആൾക്കാരുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് യുക്രൈൻ, വറി അബൌട്ട് ഇന്ത്യ, ചൈന, അമേരിക്ക. അതെന്താ വിൻസൻ അങ്ങനെ പറയുന്നത്? നമ്മള് ചെറിയവരെ വലിയവരെ അങ്ങനെയൊക്കെയാണ്. ഒരു ചെറിയ രാജ്യമാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു റബ്ബർ എടുത്ത് ഇറേസ് ചെയ്ത് കളയാൻ പറ്റുമോ? ഞാൻ കാരണം പറയാം ക്രിസ്റ്റീന, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഈ കാനഡയെയോ മെക്സിക്കോയെയോ പവർഫുൾ ആക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് പൈസയായിട്ട് ചൈനയോ ഇന്ത്യയോ വന്നാൽ അത് അമേരിക്ക എങ്ങനെ എടുക്കും? യുക്രൈൻ എന്ന് പറയുന്ന പരമാധികാരം ഉണ്ടായിരുന്ന ഒരു രാജ്യം, അതിന് ഈ കാരണ എല്ലാ ശേഷം പരമാധികാരം ഉണ്ടാവുമോ? ഇതാണ് എന്റെ ചോദ്യം. അവർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുമോ? സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുമോ? ഇന്റഗ്രിറ്റി ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ അതിലും എളുപ്പം പറയരുത്, ഇന്ത്യക്ക് പണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഞങ്ങളുടെ ഭാഗമായിരുന്നു, നാളെ മുതൽ എന്നാ മാപ്പെല്ലാം ഇറേസ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ആയിക്കോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അതല്ല പറയുന്നത്. നമ്മൾ വേൾഡിലുള്ള സിറ്റുവേഷൻ ആണ് നോക്കേണ്ടത്. യുക്രൈൻ ഈസ് എ സ്മോളർ കൺട്രി എന്ന് ഞാൻ പറഞ്ഞത് അവിടുത്തെ ജനങ്ങളെല്ലാം വളരെ സെൽഫ് എസ്റ്റീം ഇല്ലാണ്ടാവണം എന്നല്ല പറഞ്ഞതിനർത്ഥം. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, യുക്രൈൻ ജനതയ്ക്ക്, യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനി ലോകത്തിന്റെ പൊളിറ്റിക്കൽ മാപ്പിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു അവസ്ഥ എന്തായിരിക്കും? അവരുടെ പരമാധികാരം എന്തായിരിക്കും? എപ്പോഴും ചെറിയ രാജ്യങ്ങൾക്ക് ലോകത്തിന്റെ പൊളിറ്റിക്സിൽ വളരെ ചെറിയ സ്ഥാനമേ ഉണ്ടാവുള്ളൂ. അത് വളരെ ലോകത്തിന്റെ പൊളിറ്റിക്സിലല്ല ഞാൻ ചോദിക്കുന്നത്. അവരുടെ രാജ്യം പൂർണ്ണമായിട്ട് ഭരിക്കാനും അവരുടെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനുമുള്ള റൈറ്റ്സ് അവർക്ക് ഉണ്ടായിരിക്കുമോ? നമ്മുടെ തീരുമാനമല്ലേ നമുക്ക് ആരോടൊക്കെ മിണ്ടണം, അല്ലെങ്കിൽ നമ്മൾ ആരോടൊക്കെ സൗഹൃദം സൂക്ഷിക്കണം എന്നുള്ളത്. അതാണല്ലോ പരമാധികാരം എന്ന് പറയുന്നതിന്റെ ഒരു ഘടകം അതാണല്ലോ. എപ്പോഴും വഴക്കിന് നടക്കുന്ന ഒരു രാജ്യമായിട്ടിരുന്നാൽ നമുക്ക് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൈബേഴ്സിന്റെ നിന്ന് കിട്ടും. നമ്മുടെ ഒരു നൈബർ നമ്മളോട് നന്നായിട്ടിരിക്കുന്നത് നമ്മൾ അവരോട് നന്നായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും എനിക്കത് മനസ്സിലാകുന്നില്ല. പണ്ട് ഞങ്ങൾ ഒരു ചെറിയ സ്വിഫ്റ്റ് കാറിൽ പോകുമ്പോൾ ഒരു KSRTC ബസ് വന്ന് തട്ടിയിട്ട് ഞങ്ങൾ ഇത് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കൊച്ചു വണ്ടിയല്ലേ, നിങ്ങൾ മാറ്റിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞ അതേ ഒരു സെൻസാണ് എനിക്ക് മനസ്സിലാവുന്നത്. സ്വിഫ്റ്റ് കാർ റോഡിൽ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. സ്വിഫ്റ്റ് കാർ ഞങ്ങൾ മര്യാദക്കാണ് പോയത്. പക്ഷെ ഞങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ചെറിയ വണ്ടിയല്ലേ, നിങ്ങൾ മാറ്റിക്കൊണ്ട് പോകണ്ടേ, ഞങ്ങൾ വലിയ വണ്ടിയാണല്ലോ, ഞങ്ങൾ മാത്രം പോയാൽ മതിയല്ലോ. സ്വിഫ്റ്റ് കാർ KSRTC ബസ് പോലെയോ ആനയെ പോലെയോ റോഡിൽ കൂടി ഓടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്വിഫ്റ്റ് കാർ വിൽ ബി ഇൻ ട്രബിൾ. അങ്ങനെയല്ലല്ലോ ഓടിച്ചത്, അങ്ങനെയല്ലാത്ത ഒരവസ്ഥയിലാണ് ചോദ്യം. സെലൻസ്കി ഇപ്പൊ യുക്രൈൻ ഓടിക്കുന്നത് അങ്ങനെയാണ്. എന്ത് തന്നെയായാലും ഒരു രാജ്യത്തിന്റെ പരമാധികാരം, അതിൽ മറ്റൊരു രാജ്യത്തിന് യാതൊരു അവകാശവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ടോമാദിത്യ എന്തോ പറയാമെന്ന് പെട്ടെന്ന് ഒരു സെന്റൻസ്. അതെ അല്ല, ഞാൻ ഇത് പറഞ്ഞത് ഈ സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഏത് രാജ്യവും ചെറുതായാലും വലുതായാലും അതിനായിട്ടുള്ള അവകാശമുണ്ട്, പരമാധികാരമുണ്ട്, അവർക്ക് സ്വാശ്രയ ബോധം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനെ അതായത് കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ച വി വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് യുക്രൈൻ. ഓക്കെ, ബട്ട് വി വോണ്ട് ടു ആക്ച്വലി സെലൻസ്കി പറഞ്ഞത് ഒരു 5 മില്യൺ യൂറോസിന്റെ ആർട്ടിലറി പർച്ചേസ് ആണ്. വി വിൽ ബി സപ്പോർട്ടിങ്, ഡെഫിനറ്റ്ലി UK വിൽ ബി സപ്പോർട്ടിങ് ഇറ്റ്. മറ്റു രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ഈ അമേരിക്ക ഇങ്ങനത്തെ വിടുവായുധം മണ്ടത്തരങ്ങൾ പിഴച്ച് ഈ യുക്രൈൻ ജനതയെ യുദ്ധത്തിലേക്ക് വിട്ടു. ഇനിയും കൂടുതൽ തകർക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അമേരിക്കൻ ജനത പറഞ്ഞു. ടോമിനോട് പറയാൻ വരുന്നതാണ്, ഈ ഫ്രാൻസ് ഒക്കെ കൊടുക്കുന്ന മണി ലോൺ ആണ് കേട്ടോ, അമേരിക്ക കൊടുക്കുന്ന പോലെ ഫ്രീ അല്ല. അല്ല, നമ്മുടെ അവിടുത്തെ ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിനോട് ട്രംപ് ചലഞ്ച് ചെയ്തപ്പോ ചെമ്മി ചിരിച്ചോണ്ടിരുന്നേ ഉള്ളൂ. ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഒക്കെ ചേർന്ന് ലോൺ അല്ലാതെ കുറച്ച് സഹായം അവർക്ക് കൊടുക്കണമെന്നാണ് എന്തായാലും വിൻസൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കം തന്നെയാണ്. കാരണം പഴയ ശത്രുക്കൾ മിത്രങ്ങളാകുന്നു, പഴയ മിത്രങ്ങൾ. പൊളിറ്റിക്സിൽ ദർ ഈസ് നോ പെർമനന്റ് ഫ്രണ്ട്സ് ആൻഡ് എനിമി എന്ന് പറയുന്നത് അത് കൃത്യമായി പാലിക്കപ്പെടുകയാണ്. എന്തായാലും യുക്രൈൻ്റെ പരമാധികാരവും അവരുടെ ജനങ്ങളുടെ ഇന്റഗ്രിറ്റിയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ ചർച്ചയിലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. ലോക ഭൂപടത്തിൽ ഒരു പരമാധികാര സ്വതന്ത്ര രാജ്യമായി യുക്രൈൻ നിലനിൽക്കുമോ എന്ന വിഷയം അത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.